വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സിനു. ഇനി നമ്മൾ കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്ന ഫുൾ വീഡിയോൻ്റെ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഈ മുന്നിൽ തുള്ളി കളിച്ച് പോകുന്ന സാധനത്തിൻ്റെ പേരാണ് കുൽഫി. നമ്മൾ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അത് മേടിക്കാനാണ് ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ബാക്കി മൂന്നിനെയും ഇങ്ങനെ തൊഴിച്ചു കൊണ്ടുപോകുന്നുണ്ട് അഫി. ഞാനും ഇത് അർവ ഉണ്ട് എൻ്റെ കൂടെ. അർവ എന്തൊക്കെയോ ചളികൾ പറയുന്നുണ്ട്, അവിടെ എന്തൊക്കെയോ താഴെ വീഴുന്നുണ്ട്, എന്തൊക്കെയോ പറഞ്ഞ് പേടിക്കുക, എന്തൊക്കെയോ ഇതാക്കി നമ്മളങ്ങനെ പോവുകയാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാജഗിരിയിലാണ് നമ്മൾ പോകുന്നത്. അല്ല, രാജഗിരിത്തെ മാനേജ്മെന്റ് ഫെസ്റ്റിനാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളങ്ങനെ കൊച്ചിയിൽ മാനേജ്മെന്റ് ഫെസ്റ്റിന് പോവാണ്. ഇപ്പൊ സമയം 8:15. നാളെ 8:15 ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് പ്രൈസ് 50,000 അടിച്ചിട്ടേ പറ്റുള്ളൂ. നമ്മൾ അൽഫിയനെ വിൽക്കാൻ പോവാണ് ഗൈസ്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണോ കൊച്ചിയിൽ എത്തിയിരിക്കുന്നത് ഗൈസ്? ഫൈനലി നമ്മൾ കൊച്ചിയിലെത്തി. നമ്മൾ റെയിൽവേയിൽ നിന്ന് നമ്മൾ ഫ്രഷപ്പായി നമ്മൾ മെട്രോ പിടിക്കാൻ വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് നേരം നടന്നു. അതിൻ്റെ ഇടയ്ക്ക് അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവിടെ നമ്മൾ ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം നമ്മൾ ടീം മെമ്പേഴ്സ് ആയതിനെ കൊണ്ട് തന്നെ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. മാനേജ്മെൻറ്റ് ഫെസ്റ്റിൻ്റെ കാര്യങ്ങളും സംടൈംസ് നമ്മുടെ കോളേജിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞു നമ്മൾ പിന്നെ മെട്രോയിലോട്ട് എൻട്രി ആയി, പാസ്സെല്ലാം കൊടുത്തത് ഓരോന്നിങ്ങനെ വരിയായിട്ട് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞപ്പോഴും എൻ്റെ കൂടെ അറബിയാണ് ഉണ്ടായിരുന്നത്. അതിനെ വീഡിയോ എടുത്ത് നമ്മളിതാ ഫ്രണ്ടിൽ കാരണന്മാരുടെ ഫ്രണ്ടിൽ എന്തൊക്കെയോ പറഞ്ഞു. നമ്മളങ്ങനെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് കപ്പടിച്ചിട്ട് നമ്മൾ കാണുന്നു. കുട്ടി ഭയങ്കര കോൺഫിഡൻറ്റിലായിരുന്നെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. തിരിച്ച് വരുന്ന സമയത്ത് അവിടെ അവൻ മാനസികമായിട്ട് എല്ലാവരും ഇങ്ങനെ ട്രോളുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി, മെട്രോ എന്നെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മൾ ബസ്സിലാണ് ഇനി പോകാൻ പോകുന്നത്. പക്ഷേ രാജഗിരിൻ്റെ ബസ് വന്നെന്ന് പറഞ്ഞാൽ നമ്മളെ മെൻറ്റർ ഫ്രണ്ടിൽ ഓടിപ്പോയി നിൽപ്പുണ്ട്. നമ്മൾ അവനെ തപ്പി പോകുന്ന പോക്കാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവളെൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ രണ്ടും കൂടി അവനെ തപ്പിപ്പോയി. ലാസ്റ്റ് നമ്മൾ ചെന്ന് നമ്മളെ ബസ് കിട്ടി ഗൈസ്. അങ്ങനെ ബസ്സിൽ ചെന്നു, നമ്മളെ സീറ്റിലിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് അവരുടെ ലഗേജുകൾ ക്ലിയർ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ടീമായിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. മെൻറ്ററിൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞ് കത്തി വെച്ച് കൊല്ലുന്നുണ്ട് നമ്മുടെ മെൻറ്റർ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയത് നമ്മളെല്ലാവരും കൊണ്ടുപോയിട്ട് ഒരു ലൈബ്രറീൻ്റെ അകത്താണ് നമുക്ക് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ രജിസ്ട്രേഷനും കാര്യങ്ങളും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ പോക്ക്. നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ നമ്മൾ ക്യാമ്പസ് കാണാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. നല്ല രസമുണ്ടായിരുന്നു ക്യാമ്പസ് കാണാൻ ഓൾറെഡി. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കുഞ്ഞു ഫങ്ഷൻസ് അവിടെ. അങ്ങനെ റെഡ് FM-ൻ്റെ ഒരു പ്രോഗ്രാം കണ്ടപ്പോൾ കുൽഫിക്ക് പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടി പോണതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ ഗെയിമിന്റെ പേര് സ്പിൽ ദ കപ്പ് എന്നാണ്. ഞങ്ങൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് സ്പില്ല് ചെയ്യുക. ആരുടെ കയ്യിൽ കലാപങ്ങളിലൂടെ കഥാകൃത്തിയുള്ള പാട്ടിൻ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? അങ്ങനെ ഗ്ലാസ്സിൽ വെള്ളം നിറയ്ക്കൽ ഗെയിമിന് ശേഷം ഉർവശി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന അടുത്ത പ്രോഗ്രാം അൽഫിയാന മേക്കപ്പ് ചെയ്യൽ ഗൈസ്. അവിടുന്ന് നേരെ വന്നത് ഫ്രീ മേക്കപ്പിൻ്റെ സെക്ഷനിലോട്ടാണ്. കുട്ടി മേക്കപ്പ് ഇടാനിരുന്നു ഗൈസ്. പിന്നെ ഒന്നും നോക്കിയില്ല, ചേച്ചിമാർ വേണ്ടതൊക്കെ എടുത്ത് പൂശി നല്ല വെടിപ്പാക്കി ഓരോന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. ഫൈനൽ ലുക്ക് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഡാസിലറിൻ്റെ പ്രൊമോഷനായിരുന്നു അത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ രാജഗിരിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു ഗൈസ്. നമ്മൾ വരുമ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിൽ പോകുമ്പോൾ 3 പേരുള്ളൊന്നും ചിന്തിക്കേണ്ട.
എല്ലാവരും ഉണ്ട് അവിടെ. ഓരോന്നിനും തിളനുള്ളിപ്പറിക്കാണ് നമ്മൾ പോയത്. മണി അടിക്കുന്നുണ്ട് ഗൈസ്. ഫൈനലി ഞങ്ങൾ പോകുന്നു. ബാക്കി നമ്മൾ